എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള സൗഹൃദ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വീഡിയോസും ഫൂട്ടേജസൊക്കെ പലയിടത്തു നിന്നായിട്ട് പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടെ ഇൻ്റർനെറ്റ് ഒന്നും ഇല്ല. നമ്മളിവിടുന്ന് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യ അതിനെപ്പറ്റി സംസാരിക്കുന്ന അവിടെയുള്ള നല്ലൊരു ശതമാനം ജനങ്ങളും അറിയുന്നില്ല. കാരണം അവിടെ ഈ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ വാട്സാപ്പ് ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസൊക്കെ റദ്ദാക്കിയിരിക്കുകയാണ്. പിന്നീട് അവിടുന്ന് ആരെങ്കിലുമൊക്കെ എടുക്കുന്ന വീഡിയോസ് വേറെ ഏതെങ്കിലും സംവിധാനത്തിലൂടെ അയച്ച് അതാണിപ്പോൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ വളരെ വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. അതായത് സമ്പൂർണ്ണ അരാജകത്വം, ഒരു ഗവൺമെന്റ് ഇല്ലാത്ത അവസ്ഥ. അതായത് നിലവിൽ യാതൊരുവിധ നിയമവ്യവസ്ഥയും ഇല്ലാതെ അത്രത്തോളം അരക്ഷിതാവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഞെട്ടിക്കുന്ന കണക്കുകൾ പറയാം. ഇന്നലെ മാത്രം ആ ഒരു കലാപത്തിൽപ്പെട്ട് മരിച്ചവരുടെ എണ്ണം എത്രയെന്നറിയാവോ? 135 പേരാണ് ഇന്നലെ മാത്രം നടന്ന കലാപത്തിൽ ബംഗ്ലാദേശിൽ മരണപ്പെട്ടത് അഥവാ കൊല്ലപ്പെട്ടത്. അങ്ങനെ ഈ കലാപത്തിന്റെ ഭാഗമായിട്ട് മൊത്തത്തിൽ 300-ലധികം വരുന്ന യുവജനങ്ങൾ, ഇതിലെല്ലാം യുവജനങ്ങളാണ് പങ്കെടുക്കുന്നത് ഈ ഒരു കലാപത്തിൽ, ആ പ്രതിഷേധത്തിൽ, എങ്ങനെ വേണമെങ്കിലും വിളിക്കാതിനെ. അതെന്തുകൊണ്ടാണെന്നൊക്കെ പറയാം. നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് കാര്യമാണല്ലോ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്തായാലും 300-ലധികം വരുന്ന യുവജനങ്ങൾ ഈ ഒരു കലാപവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ അവാമി ലീഗ് നേതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഹോട്ടലിലാണ് ഈ കലാപക്കാർ തീയിട്ടിട്ടുണ്ടായിരുന്നത്. അവാമി ലീഗ് എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. ഷെയ്ഖ് ഹസീനയൊക്കെ ആ ഒരു പാർട്ടിയിലുള്ള വ്യക്തിയാണ്. അപ്പോൾ അതിലുള്ള മറ്റൊരു നേതാവിൻ്റെ ഹോട്ടലിന് തീയിട്ട് ഏകദേശം 25ഓളം പേര് അതിൽ വെന്ത് മരിച്ചു. അത്രയും ക്രൂരമായിട്ടാണ് അവിടെ കൊലപാതകങ്ങളും ആക്രമണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അത് മരണപ്പെട്ട ഒരുപാട് പേരെ ഈ പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിൽ പോലീസ് കൊന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. എന്തായാലും വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് മാസങ്ങളായിട്ടല്ലേ. ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിച്ചത്? അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റാതെയായി. അതായത് അവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കൊല്ലപ്പെടും, ജനങ്ങൾ അവരെ കുത്തിക്കീറി കൊന്നുകളയുമെന്നുള്ളതിന് ഒരു സംശയമില്ലാതെ വന്നപ്പോഴേക്കും ഷെയ്ഖ് ഹസീന പലായനം ചെയ്യുകയാണ്. അതായത് രാജ്യം വിടുകയാണ്. പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ തട്ടിക്കൂട്ടി ഒരു ഹെലികോപ്റ്റർ കയറി രക്ഷപ്പെടുന്ന ആ ഒരു ദൂരത്ത് നിന്നുള്ള വിഷ്വലൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണല്ലേ. അങ്ങനെ ഈ ഒരു ഷെയ്ഖ് ഹസീന കുറച്ച് നേരം കൊണ്ട് എസ്കേപ്പ് ചെയ്തു. തൊട്ട് പുറമേ തന്നെ ഈ വലിയ കലാപ സംഘം ഈ ഒരു പ്രൈം മിനിസ്റ്ററിൻ്റെ വസതി ഫുള്ള് കയറി നാശമാക്കിയാണ്. അത് ഫുള്ള് കത്തിക്കുകയാണ്, തീടുകയാണ്. അവിടെയുള്ള ബിൽഡിങ്ങുകളും അവിടുത്തെ ആരാധനാലയങ്ങളും ഒക്കെ തീയിട്ട് നശിപ്പിക്കുകയാണ്. കണ്ണി കാണുന്നതെല്ലാം ഇതുങ്ങൾ തകർത്തു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യരാമായണം ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടേണ്ടി വന്നു. എങ്ങോട്ടാണ് പോകുന്നത്? നിലവിൽ ഇന്ത്യയിലേക്കാണ് വന്ന് അഭയം പ്രാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയായിട്ട് നല്ല ബന്ധമാണല്ലോ. ബംഗ്ലാദേശ് സ്വതന്ത്രമായത് മുതൽ ഇന്ത്യയായിട്ട് നല്ല ബന്ധമുള്ള ഒരു രാജ്യം തന്നെയാണ്. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്നു, ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്ക് പോയി എന്നൊക്കെയുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. ഒഫീഷ്യലി കൺഫേംഡ് അല്ല, അത് രഹസ്യമാക്കി വെക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. എന്തായാലും കൃത്യമായി വന്ന വാർത്ത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷെയ്ഖ് ഹസീനയുടെ വിമാനം ഇന്ത്യയിൽ നിന്ന് എങ്ങോട്ടോ പറന്നുയർന്നു. അതിൻ്റെ ട്രാക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ഓഫാണ്. ആ ഒരു വിമാനത്തിൻ്റെ അകത്ത് ഷെയ്ഖ് ഹസീന ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ചിലപ്പോൾ ഇന്ത്യയെ തന്നെ തുടർന്നിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വിമാനം വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതായിരിക്കാം. വാട്ട് എവർ മേ ബി, അവർ ഇന്ത്യയിലേക്കാണ് ആദ്യം വന്നത്. കൃത്യമായിട്ട് നമ്മുടെ അജിത് ഡോവലും വിദേശകാര്യമന്ത്രിയും ഒക്കെ തന്നെ ഇവരുടെ കാര്യത്തിൽ, ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തിന്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്നുണ്ടല്ലേ. ശരിക്കും എന്താണ് ഇത്ര വലിയ കലാപത്തിലേക്ക് പോയത്? അതായത് ഒരു കാര്യം പറയുവാണെങ്കിൽ ഇന്ന് കണ്ടിട്ടുള്ള ചില വിഷ്വൽസ് ഒക്കെ ഉണ്ട്. ഒന്നാമത് ഈ ഒരു ഹോട്ടലിന് തീയിടുന്ന വിഷ്വലാണ്. പിന്നെ അവിടെയുള്ള ഒരു ക്രിക്കറ്ററിന്റെ വീടൊക്കെ തീയിടുന്നുണ്ട്. രാജ്യത്തിന് വേണ്ടി ക്രിക്കറ്റ് കളിച്ച വ്യക്തികളുടെയൊക്കെ വീടൊക്കെ തീയിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മഹാത്മാഗാന്ധിയെ കാണുന്ന പോലെ തന്നെ അവിടുത്തെ ജനങ്ങൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ എന്ന് പറയുന്നത്. അതായത് ഈ ഷെയ്ഖ് ഹസീനയുടെ അച്ഛനാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് മഹാത്മാഗാന്ധിയുടെ പ്രതിമകളൊക്കെ വെച്ചിട്ടുള്ള പോലെ തന്നെ ഇവരുടെ രാജ്യത്തും വലിയ പ്രതിമകളും സ്തൂപങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഒരു മുജീബുർ റഹ്മാന്റെ ജനങ്ങൾ എല്ലാം തച്ചടക്കിയാണ്, തീടുകയാണ്. ആ ഒരു പാർട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ഈ ഒരു സംരംഭങ്ങളിൽ പോലും, അതായത് ബാക്കി എല്ലാ കാര്യങ്ങളും നശിപ്പിക്കുകയാണ്. ഈ ഒരു പ്രൈം മിനിസ്റ്ററിന്റെ, അതായത് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ കയറിയിട്ട് അവിടുത്തെയുള്ള ജനങ്ങൾ എന്തു ഇതില്ലാത്തവന്മാരാന്ന് ഓർക്കണം. അതായത് ഒരുത്തൻ അഭിമാനപൂർവ്വം ഇവരുടെ അടിവസ്ത്രങ്ങളും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രായം ചെന്ന സ്ത്രീയുടെ അടിവസ്ത്രങ്ങളും ബ്ലൗസും അടക്കമാണ് ഇവർ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. എന്തിന്? ഭാര്യയ്ക്ക് കൊടുക്കാനെന്ന് ആ ഒരു മോഷ്ടിക്കുന്ന വ്യക്തികൾ കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. ഇതാണിപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യത്തും ഉള്ളൊരു പ്രശ്നം തന്നെയാണ് തൊഴിലില്ലായ്മ. അഥവാ ഒരു തൊഴിലിനെ സംബന്ധിക്കുന്ന, ജോലിയെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നമാണ് യുവജനങ്ങളെ ഇത്രയും വലിയൊരു പ്രക്ഷോഭം നയിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. മറ്റ് കലാപങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിൽ പങ്കെടുക്കുന്ന 99% പേരും യുവാക്കളാണ് എന്നുള്ളതാണ്. കാരണം ജോലിയില്ലായ്മ, ആ ഒരു തൊഴിലില്ലായ്മ ബാധിക്കുന്നത് അവരെയാണല്ലോ ഏറ്റവും കൂടുതൽ അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം രൂപപ്പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ റിസർവേഷൻ അഥവാ കോട്ട സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തും റിസർവേഷൻ കോട്ടാസ് അഥവാ സംവരണ കോട്ടാസ് ഒക്കെ നിലനിൽക്കുന്നുണ്ടല്ലേ. പക്ഷെ നമ്മുടെ രാജ്യത്തുള്ള ഭൂരിഭാഗം റിസർവേഷൻ എന്തിൻ്റെ ബേസിസിലാണ്? ഈ കാസ്റ്റ് ആൻഡ്
റിലീജിയസ് മൈനോറിറ്റീസിന്റെ ഒക്കെ പേരിലാണ് നമ്മുടെ രാജ്യത്തെ റിസർവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്, ഭൂരിഭാഗമുള്ള റിസർവേഷൻ അല്ലേ. പക്ഷേ ഇവിടുത്തെ നമ്മൾ ബംഗ്ലാദേശിലെ റിസർവേഷൻ സിസ്റ്റം കംപ്ലീറ്റ് സെപ്പറേറ്റ് ആണ്. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു റിസർവേഷൻ അഥവാ ആ ഒരു കോട്ട സിസ്റ്റമാണ് ഇത്ര വലിയ ആ ഒരു രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു കലാപത്തിലേക്കും നരഹത്യയിലേക്കും നരനായാട്ടിലേക്കും ഒക്കെ നയിച്ചിട്ടുള്ളത്. എന്താണ് ആ കോട്ട സിസ്റ്റം? കോട്ട സിസ്റ്റത്തെ പറ്റി മനസ്സിലാക്കുന്ന മുമ്പ് നമ്മൾ വർഷം 1947 എന്ന് പോകണം. ആ വർഷം പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് എന്താണ്? സ്വാതന്ത്ര്യ ദിനം അല്ലേ? ഓഗസ്റ്റ് 15, 1947 തന്നെയാണ് നമ്മൾക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ തൊട്ട് മുമ്പത്തെ ദിവസം, അതായത് ഓഗസ്റ്റ് 14-ാം തീയതി മറ്റൊരു രാജ്യം കൂടെ സ്വതന്ത്രമായിട്ടുണ്ടായിരുന്നു അല്ലെ, മറ്റൊരു രാജ്യം രൂപീകൃതമായി സ്വതന്ത്രമായിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, പാകിസ്ഥാനാണ്. നമ്മളെക്കാളും ഒരു ദിവസം മുമ്പാണ് അവരുടെ സ്വാതന്ത്ര്യ ദിനം എന്നുള്ളത് അല്ലേ. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിച്ച് ഇന്ത്യ പാകിസ്ഥാനായ കഥകളൊന്നും ആരോടും പറയണ്ടല്ലേ. പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ അറിയുന്ന പാകിസ്ഥാനില്ലേ, അത് മാത്രമല്ലായിരുന്നു അന്ന് പാകിസ്ഥാൻ. അതായത് ഈ 1947, അതായത് ഇന്ത്യയൊക്കെ സ്വതന്ത്രമായി പാകിസ്ഥാൻ രൂപീകൃതമായപ്പോഴേക്കും 2 പാകിസ്ഥാൻ ഉണ്ടായിരുന്നു അന്ന്. അത് പലർക്കും ഒരു പക്ഷേ പുതിയ അറിവായിരിക്കും അല്ലേ. അതായത് ഒന്ന് വെസ്റ്റ് പാകിസ്ഥാനാണ്. വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പാകിസ്ഥാൻ ഉണ്ടല്ലോ, അതിനെയാണ് വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് വിളിച്ചിരുന്നത്. മറ്റേത് ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നു. ഇത് രണ്ടും പാകിസ്ഥാൻ രാജ്യത്തിന്റെ ഭാഗം തന്നെയാണ്. ഈ ഈസ്റ്റ് പാകിസ്ഥാന് നമ്മളിപ്പോൾ കാണുന്ന ബംഗ്ലാദേശാണ്. അതായത് അന്ന് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യമില്ല. പക്ഷേ 1947 മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴേക്കും അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. അതായത് 2 പാകിസ്ഥാൻ ഉണ്ടല്ലോ. ഒന്ന് ഈസ്റ്റേൺ പാകിസ്ഥാനാണ്, നമ്മളിപ്പോൾ ആ ഒരു ബംഗാളി ഭാഷ സംസാരിക്കുന്ന ബംഗാളീസ് എന്ന് നമുക്കതിനെ വിളിക്കാം. മറ്റേത് മെയിൻ പാകിസ്ഥാനാണ്, ഇപ്പോൾ പാകിസ്ഥാനായിട്ടുള്ള വെസ്റ്റേൺ പാകിസ്ഥാനാണല്ലേ. അതായത് ഈ ബംഗാളികൾ അവർ സ്വയം വിളിക്കുന്നതാണ് കേട്ടോ. ബംഗാൾ ഭാഷ അവരുടെ വലിയ ദേശീയത തന്നെയാണ്. അവർ ബംഗാളീസ് എന്ന് തന്നെയാണ് അത്രത്തോളം ദേശീയതയിൽ അടിയുറച്ച് വിളിക്കുന്നത്. അല്ലാണ്ട് ഞാൻ മോക്കിയാൻ വേണ്ടി വിളിച്ചൊന്നുമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എന്തായാലും ഈ ബംഗാളീസ് മറ്റേ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് വലിയ വിവേചനം നേരിടേണ്ടി വരികയാണ്. രാഷ്ട്രീയപരമായിട്ടും സാംസ്കാരികപരമായിട്ടും സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഈ ബംഗാളിയിൽ 90% പേരും സംസാരിക്കുന്നത് ബംഗാളി ഭാഷയാണ്, 10% പേരുമാണ് ഉറുദു ഭാഷ സംസാരിക്കുന്നത് അല്ലേ. പക്ഷെ മറ്റേ പാകിസ്ഥാൻ നേരെ തിരിച്ചാണ്, ഉറുദു സംസാരിക്കുന്നവരാണ് ഭൂരിഭാഗം ഉള്ളത്. ഈ ഒരു പാകിസ്ഥാൻ ഇവിടെ ഉറുദു ലാംഗ്വേജ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. രാജ്യത്തിന്റെ 59% കയറ്റുമതിയും നടക്കുന്നത് ഈ ഒരു ബംഗാളി ദേശത്തു നിന്നായിരുന്നു. പക്ഷേ മറ്റേ പാകിസ്ഥാൻ ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു രാജ്യത്തിന് ആകപ്പാടെ കിട്ടുന്ന ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടല്ലോ, ഈ ഇൻവെസ്റ്റ്മെന്റുകളിൽ 25% മാത്രമാണ് ഈ ബംഗാളി ദേശത്തിന് കൊടുത്തത്. അതുപോലെ തന്നെ ഈസ്റ്റ് പാകിസ്ഥാനിൽ, അതായത് ബംഗാളി ദേശത്ത് 1970 ഭോല ചുഴലിക്കാറ്റ് സംഭവിക്കുകയാണ്. 3 ലക്ഷം പേര് മരണപ്പെട്ട ഒരു വലിയൊരു പ്രകൃതി ദുരന്തമായിരുന്നു ഭോല ചുഴലിക്കാറ്റ് എന്നുള്ളത്. പക്ഷേ മറ്റേ വെസ്റ്റ് പാകിസ്ഥാൻ ഉണ്ടല്ലോ, അവർ ഒരു വഹയ്ക്കും തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സഹായം ചെയ്യാതെ ഇവരെ കംപ്ലീറ്റ് അങ്ങോട്ട് തഴഞ്ഞു കളയുകയാണ്. അത്രത്തോളം വിവേചനമായിരുന്നു ആ ഒരു പാകിസ്ഥാൻ ഈ ഒരു ഈസ്റ്റ് പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവർ ഇന്ന് കൃത്യമായിട്ട് ടാക്സ് കളക്ട് ചെയ്ത് പോകുന്നതിനൊന്നും ഒരു മുടക്കവും വരുത്തിയിട്ടില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇവർ ഇന്ന് ഊറ്റി എടുക്കും, പക്ഷേ ഇങ്ങോട്ട് തിരിച്ചൊന്നും കൊടുക്കത്തില്ല. അങ്ങനെ ഈ 2 ദേശങ്ങൾക്കിടയിൽ, പാകിസ്ഥാനാണ് പക്ഷേ ഈ 2 ദേശങ്ങൾക്കിടയിൽ വലിയൊരു കോൺഫ്ലിക്റ്റ് വരികയാണ്. ഈ പ്രശ്നം മൂർച്ഛിക്കുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1970-ലാണ്. അന്ന് പാകിസ്ഥാനിൽ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഇലക്ഷൻ നടക്കുകയാണ്. വെസ്റ്റ് പാകിസ്ഥാനിൽ 138 സീറ്റുകളാണുള്ളത്. ഇനി ഈസ്റ്റ് പാകിസ്ഥാൻ, അതായത് ബംഗാളി ദേശത്ത് 162 സീറ്റുകളാണുള്ളത്. ഈ വെസ്റ്റ് പാകിസ്ഥാന്റെ കാര്യം പറയുവാണെങ്കിൽ ഈ 138 സീറ്റിൽ ഒരുപാട് പല പാർട്ടികൾ ജയിച്ച് ചെറിയ മെജോറിറ്റി സീറ്റൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരുപാട് പേരായിരുന്നു ഈ 138 സീറ്റ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ബംഗാളി ദേശത്ത് 162 സീറ്റിൽ 160 സീറ്റും ഒരൊറ്റ പാർട്ടി തൂക്കുവാണ്. അതാണ് അവാമി ലീഗ്. അതായത് ഈ ഷെയ്ഖ് ഹസീനയുടെ അച്ഛനായിട്ടുള്ള മുജീബുർ റഹ്മാനായിരുന്നു, ഷെയ്ഖ് മുജീബുർ റഹ്മാനായിരുന്നു ആ ഒരു പാർട്ടിയുടെ ലീഡറായിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിയമപ്രകാരം എങ്ങനെയാണ് ഈ ഒരു പാർട്ടിക്ക് ഇത്ര മെജോറിറ്റി കിട്ടി? ഇവരാണ് ഇനി 2 ദേശങ്ങളും ഭരിക്കേണ്ടത്. പാകിസ്ഥാൻ ഒറ്റയാണല്ലോ, 2 ആണെങ്കിലും അല്ലേ. അപ്പോൾ ഈ 2 ദേശങ്ങളും ഭരിക്കേണ്ടത് ഈ ഒരു മുജീബുർ റഹ്മാനാണല്ലോ. പക്ഷേ ഇത് വെസ്റ്റിലുള്ള പാകിസ്ഥാന്റെ ആർമിക്ക് അങ്ങോട്ട് സമ്മതിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പാകിസ്ഥാൻ മിലിറ്ററി കമാൻഡർ ആയിട്ടുള്ള യഹ്യ ഖാൻ പറയുകയാണ്, ഈ പരിപാടി നടക്കത്തില്ല, നിങ്ങളെ ഞങ്ങളുടെ തലവനായിട്ട് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല, നിങ്ങൾ വേണമെങ്കിൽ വീണ്ടും ഇലക്ഷനൊക്കെ വെച്ച് എന്താണെന്ന് വെച്ചാൽ കാണിക്കുമെന്നും പറഞ്ഞിട്ട് അവിടെ ഒരു പ്രത്യേക നിയമം ഒക്കെ ആർമി ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതായത് ആർമിയുടെ റൂൾ വരുന്ന ഒരു നിയമം ഒക്കെ അവിടെ ചെയ്യാണ്. അങ്ങനെ വീണ്ടും വലിയ ഈ ഒരു അരക്ഷിതാവസ്ഥ രാജ്യത്ത് രൂപപ്പെടുകയാണ്. അങ്ങനെയാണ് ഈ ഒരു അവാമി ലീഗ് നേതാവായിട്ടുള്ള ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഒരു യുദ്ധത്തിന്, സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് ആയിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത്. ബംഗ്ലാദേശ് ലിബറേഷൻ വാർ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ആ ഒരു വാർ അവർക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഏറ്റവും വലിയ പിന്തുണ കൊടുത്തത് നമ്മളുടെ രാജ്യമാണ്. അതായത് ദ ഗ്രേറ്റ് ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. ഇന്ദിരാഗാന്ധി
കട്ട പിന്തുണ കൊടുക്കുകയാണ്. അതായത് ആർമിയുടെ സഹായവും എയർഫോഴ്സിൻ്റെയും നേവിയുടെയും എല്ലാ സഹായവും കൊടുക്കാവുന്ന എല്ലാ സഹായം കൊടുത്ത് ആ ഒരു പാകിസ്ഥാൻ മിലിറ്ററിയെ തോപ്പിച്ച് ഈ ഒരു ഈസ്റ്റ് പാകിസ്ഥാൻ, അതായത് ബംഗാളി ദേശം സ്വതന്ത്ര ഒരു രാജ്യമാകുകയാണ്. അങ്ങനെയാണ് വർഷം 1971 ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം, ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിതമാകുന്നത്. അങ്ങനെ ബംഗ്ലാദേശിൽ ഒരു പുതിയ ഗവൺമെന്റ് ഒക്കെ രൂപീകൃതമായി. ഒരു വർഷത്തിന് ശേഷം അവിടുത്തെ ഗവൺമെന്റ് ഒരു വിജ്ഞാപനം പുറത്തിറക്കിയാണ്. ആ വിജ്ഞാപനത്തിലൂടെ ഗവൺമെന്റ് പറയാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്: അതായത് നമ്മൾക്കിപ്പോൾ കിട്ടിയ സ്വാതന്ത്ര്യമുണ്ടല്ലോ, അതിന്റെ കാരണക്കാരെന്ന് പറയുന്നത് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായ, തുനിഞ്ഞ് മുന്നോട്ട് വന്ന ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. അവരില്ലാതെ നമുക്ക് ഇതൊരിക്കലും നേടാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മൾ ഒരു ബെനിഫിറ്റുകൾ കൊടുക്കണ്ടേ? നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ കളഞ്ഞ്, ജീവൻ പണയപ്പെടുത്തി മുന്നിട്ടിറങ്ങിയവരാണ് ഇത്രയും വലിയൊരു സംഘത്തോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഒരു പദ്ധതി അനൗൺസ് ചെയ്യണം. അതായത് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുണ്ടല്ലോ, അവർക്ക് ഗവൺമെന്റ് ജോലികളിലേക്ക് 30% റിസർവേഷൻ, 30% കോട്ട ഈ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികൾ കൊടുക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് തീർത്തും സന്തോഷമായി. കാരണം അവർ നമ്മളുടെ ലീഡേഴ്സ് അല്ലേ, അവർ യുദ്ധം ചെയ്തിട്ടല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അവർക്ക് ഗവൺമെന്റ് ജോലിയിലേക്ക് 30% റിസർവേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. കാരണം അവർ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്, അവരെ തീർച്ചയായിട്ടും ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തുടക്കകാലത്ത് ജനങ്ങൾ വലിയ സപ്പോർട്ടായിരുന്നു ഇതിന്. പക്ഷേ 25 വർഷങ്ങൾക്കപ്പുറം, അതായത് വർഷം 1997 ഗവൺമെന്റ് പുതിയൊരു വിജ്ഞാപനം ഇറക്കിയാണ്. അതായത് ഇത്രയും കാലം 30% ഈ ഒരു ഫ്രീഡം ഫൈറ്റേഴ്സിന് കൊടുത്തിട്ടുള്ള റിസർവേഷൻ. ഡയറക്റ്റ് ആ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് മാത്രമായിരുന്നു ആ ഒരു 30% റിസർവേഷൻ ഗവൺമെന്റ് ജോലിയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗവൺമെന്റ് വർഷം 97 പറയാണ്, മക്കളെ നമുക്ക് ഈ റിസർവേഷൻ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ടതുണ്ട്, കുറച്ചൊന്ന് അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയാണ്. ഇപ്പൊ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നമുക്ക് 30% കൊടുക്കുന്നുണ്ടല്ലോ, അവരുടെ മക്കൾ കൂടെ നമുക്ക് എന്നാൽ കൊടുത്തേക്കാം, അവരുടെ മക്കളും പാവങ്ങളല്ലേ. അതായത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക്, ഫ്രീഡം ഫൈറ്റേഴ്സിന് മാത്രം ഉണ്ടായിരുന്ന, യുദ്ധത്തിൽ ഡയറക്റ്റ് പങ്കെടുത്തിട്ടുള്ള വ്യക്തികൾക്ക് മാത്രം ഉണ്ടായിരുന്ന റിസർവേഷൻ അവരുടെ മക്കൾക്ക് കൂടെ ആക്കിയിട്ട് ഗവൺമെന്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. കോട്ടെ അവിടം കൊണ്ട് തീർന്നോ? ഇല്ല. വർഷം 2010 ഇവരുടെ മക്കൾക്ക്, അതായത് സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ മക്കൾക്ക് കൊടുത്തു. ഇനി അവരുടെ മക്കൾക്ക്, അതായത് ഡയറക്റ്റ് യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കൊച്ചുമക്കൾക്ക് വരെ ഈ ഒരു 30% റിസർവേഷൻ കോട്ട ലഭിക്കുമെന്ന് പറയുന്ന ഒരു സിസ്റ്റം അവിടുത്തെ ഗവൺമെന്റ് കൊണ്ടുവരികയാണ്. വർഷം 2012 2018 ഇതിനെതിരെ വലിയ സമരങ്ങൾ നടക്കുകയാണ്. അങ്ങനെ സമരത്തിന് വഴങ്ങി ഗവൺമെന്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവരികയാണ്. അതായത് ഈ ഒരു പേരക്കുട്ടികൾക്ക് കൊടുക്കുന്ന റിസർവേഷൻ 30% ഉണ്ടല്ലോ, അതൊരിക്കലും ടോപ്പ് ക്ലാസ് ജോബിലേക്ക് കൊടുക്കത്തില്ല. ഇപ്പോൾ ഗവൺമെന്റ് സർവീസിലാണെങ്കിൽ ക്ലാസ് എ, അല്ലെങ്കിൽ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഏറ്റവും താഴത്തെ ക്ലാസ് അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്ക് മാത്രമേ ഈ പേരക്കുട്ടികൾക്ക് റിസർവേഷൻ കൊടുക്കുന്നുള്ളൂ. ബാക്കി മുകളിലോട്ടുള്ള പോസ്റ്റിനൊക്കെ റിസർവേഷൻ ഞങ്ങൾ മാറ്റി നിങ്ങളുടെ ആവശ്യപ്രകാരം എന്ന് പറയുകയാണ്. അപ്പോൾ സമരക്കാർ ഒന്ന് അടങ്ങിയാണ്. പക്ഷേ സംഭവിച്ച കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 വർഷം 2021 ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരക്കുട്ടികളായിട്ടുള്ള 7 പേര് അവിടുത്തെ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുള്ള സർക്കുലറിലെ തോന്നിയ പോലെ അവർക്ക് മാറ്റാൻ പറ്റുമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഹൈക്കോടതി ഒരുപാട് വാദപ്രതിവാദങ്ങളൊക്കെ നടത്തിയിട്ട് അങ്ങനെ ഹൈക്കോടതി ഈ 2024 ജൂൺ 5 വിധി പുറപ്പെടുവിക്കുകയാണ്. ഈ ഒരു റിസർവേഷൻ സിസ്റ്റം തിരിച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അതായത് കുട്ടികൾക്ക് പഴയ പോലെ തന്നെ റിസർവേഷൻ കിട്ടും. 3ാം തലമുറയിലുള്ള പേരക്കുട്ടികൾക്കും അവരുടെ റിസർവേഷൻ പുനഃസ്ഥാപിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി വിധി വന്നിട്ടുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് കാര്യങ്ങൾ ആകപ്പാടെ മാറിമറിയുകയാണ്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന അത്രത്തോളം അൺഎംപ്ലോയ്മെന്റ് ഉള്ള ഒരു രാജ്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ UPSC ഉണ്ടല്ലോ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പോലെ അവിടെ ബംഗ്ലാദേശി പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്. എല്ലാ വർഷവും 4 ലക്ഷത്തിലധികം വരുന്ന ഗ്രാജുവേറ്റ്സ്, 3000-ലധികം വരുന്ന ഈ അവിടുത്തെ സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റുകളിലേക്ക് പരീക്ഷ എഴുതി മത്സരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഡയറക്റ്റ് രംഗത്ത് വരാൻ തുടങ്ങിയാണ്. ഇവരെല്ലാം സംഘടിച്ച് വലിയ ശക്തി ആർജിക്കുകയാണ്, വലിയ കലാപത്തിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കേണ്ട അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷെയ്ഖ് ഹസീനയെ പറ്റിയിട്ടാണ്. ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡറാണ്. ആദ്യമായിട്ട് ഇവർ അധികാരത്തിൽ വരുന്നത് വർഷം 1996 പിന്നീട് 5 വർഷം ഭരിക്കുകയാണ്. അതിനുശേഷം അധികാരത്തിൽ വരുന്നത് വർഷം 2008 വർഷം 2008 മുതൽ ഈ 2024, അതായത് ഈ വർഷം കലാപമൊക്കെ ഉണ്ടായ ഈ വർഷം നടന്ന ഇലക്ഷന് വരെ അവർ ജയിച്ചു. അന്ന് 5 വർഷം ഭരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ ഒരു 2008 മുതൽ ഇപ്പോൾ വരെ ഏകദേശം 15 വർഷവും 200 ദിവസത്തിന് മുകളിലുമാണ് രാജ്യം ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2024 ഇലക്ഷൻ ജയിച്ചപ്പോഴേക്കും പലരും പറഞ്ഞു ഇവർ ജയിച്ചത് അട്ടിമറിച്ചുകൊണ്ടാണ്, കള്ളക്കളി കാണിച്ചുകൊണ്ടാണ് ജയിച്ചത്. അങ്ങനെ പല വാദങ്ങളും അതിനിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവരെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും എഡ്യൂക്കേഷൻ സെക്ടറൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഇൻഡസ്ട്രിയലൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അവിടെ ജോലി കിട്ടണം അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് രാജ്യത്തിന് പുരോഗതിപരമായിട്ട് നല്ല ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ റോഡ് ഡെവലപ്മെന്റ്, എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇവരുടെ പാർട്ടിയുടെ ഒരു സംഭവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പാണ്. അതായത് ഏകാധിപത്യ സ്വഭാവം കൂടെ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഈ ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്നവരെ, ഈ ഒരു ഗവൺമെന്റിനെ
അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ, പ്രതിഷേധിക്കുന്നവരെ, സമരക്കാരെയൊക്കെ അടിച്ചൊതുക്കി തല്ലിച്ചതച്ച് ജയിലിലിടുന്ന ഒരു രീതിയും ഷെയ്ഖ് ഹസീനയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് ഈ ഒരു അവസരത്തിൽ എടുത്തു പറയും. അതായത് ഒരു ഭാഗത്ത് നല്ല ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, വിദ്യാഭ്യാസം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, അവിടെ പുതിയ സ്കൂളുകൾ തുടങ്ങുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് കുറേ നന്മയും ഒരു ഭാഗത്ത് ഡിക്റ്റേറ്റർഷിപ്പ് പോലുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കൂടാതെ എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോൾ 30% റിസർവേഷന്റെ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത്. അതുകൂടാതെ 26% വേറെ റിസർവേഷൻ നിൽക്കുന്നുണ്ട്. മൊത്തം കൂടെ 56%ആണുള്ളത്. ആ ഒരു 26%-ൽ സ്ത്രീകൾക്കുള്ള റിസർവേഷൻ, എത്നിക് കമ്മ്യൂണിറ്റീസിനുള്ള റിസർവേഷൻ, പിന്നെ ഡിസേബിൾഡ് പേഴ്സൺസിനുള്ള റിസർവേഷൻ, അങ്ങനെ കുറച്ച് നമ്മുടെ രാജ്യത്തൊക്കെ നിലനിൽക്കുന്ന പോലെ തന്നെ കുറച്ച് റിസർവേഷനാണ് നിലനിൽക്കുന്നത്. അതായത് ബാക്കി 44% ഈ ഒരു ഗവൺമെന്റ് ജോബിലേക്ക് മാത്രമേ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഈ ഒരു യുവജനങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ മാത്രമല്ല ഹൈക്കോടതി ഇതിന്റെ ഉത്തരവും പുറപ്പെടുവിച്ചു. അപ്പോൾ ആകെപ്പാടെ ഈ ഒരു ജനങ്ങൾ ഒന്നായിട്ട് തെരുവിലിറങ്ങുന്ന ഒരു അവസ്ഥ അവിടെ വരികയാണ്. കലാപങ്ങൾ ചെറുതായിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചെറുതായിട്ട് തുടങ്ങിയ കലാപങ്ങളെ ആരാണ് ഊതിപ്പെരിപ്പിച്ചത്? നമ്മൾ പറയാറുണ്ട് ഒരു തീയെ ആളിക്കത്തിക്കുക അല്ലെങ്കിൽ ഊതിപ്പെരിപ്പിക്കുക എന്നൊക്കെ അല്ലേ. അതുപോലെ അതിനെ ചെറിയൊരു തീയെ കാട്ടുതീയാക്കി മാറ്റിയത് ഷെയ്ഖ് ഹസീന എന്ന് തന്നെ പറയേണ്ടി വരുന്നു. കാരണം അവിടെ വിദ്യാർത്ഥികൾ മാന്യപരമായിട്ട് പ്രതിഷേധിച്ചാൽ അല്ലെങ്കിൽ സമരം ചെയ്തു കഴിഞ്ഞാൽ അവരെയൊക്കെ തല്ലി ഒതുക്കുന്ന ഒരു രീതി, അവിടുത്തെ ആർമിയെ കൊണ്ടും പോലീസിനെ കൊണ്ടൊക്കെ ഒതുക്കുന്ന ഒരു രീതി ഷെയ്ഖ് ഹസീനയ്ക്ക് ഉണ്ടായിരുന്നു. അത് നയിച്ചത് ഒന്നുകൂടെ വലിയ കാട്ടുതീയിലേക്കായിരുന്നു. ആ കാട്ടുതീ പടർന്ന് അവിടുത്തെ ഗവൺമെന്റിനോ ഷെയ്ഖ് ഹസീനയ്ക്കോ അതിന്റെ ഒരു അംശം പോലും കെടുത്താൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് ആളിപ്പടരുകയാണ്. അതായത് ആ ഒരു യുവജനങ്ങൾ അത്രത്തോളം വലിയ കലാപക്കാരായി ഇതിനോടകം തന്നെ മാറിയിരുന്നു. അവർക്ക് മുമ്പിലുള്ള, പ്രത്യേകിച്ച് അവിടുത്തെ രാഷ്ട്രപിതാവിനെ പോലെ കാണുന്ന ഈ ഷെയ്ഖ് ഹസീനയുടെ ഫാദറായിട്ടുള്ള മുജീബുർ റഹ്മാന്റെ പ്രതിമയും അവിടുത്തെ സ്തൂപങ്ങളും ചിത്രങ്ങളും ഒക്കെ തല്ലിച്ചതയ്ക്കുന്നു. ഈ ഒരു പാർട്ടി, ആ ഒരു മുജീബുർ റഹ്മാന്റെ പാർട്ടി ഉണ്ടല്ലോ, അവാമി ലീഗിന്റെ ഉടമസ്ഥതയിലുള്ള, ആ ഒരു പാർട്ടിയുടെ നേതാക്കളുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകൾ, മറ്റ് ഫാക്ടറികൾ, അല്ലെങ്കിൽ ബസ്സുകൾ, വണ്ടികൾ എല്ലാം അഗ്നിക്കിരയാക്കുന്നു. അവിടുത്തെ ക്രിക്കറ്ററിന്റെ വീട് കത്തിക്കുന്നു. അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുന്നു. അതായത് ആ ഒരു രാജ്യം ടോട്ടൽ അരാജകത്വത്തിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും നിയമമില്ലാത്തൊരു രീതിയിലേക്കും കടന്നു. അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ എന്തും എന്തും ചെയ്യാം, ഒന്നും ആർക്കും ചെയ്യാൻ പറ്റുന്നില്ല. ആർമി കൺട്രോൾ ഏറ്റെടുത്തു എന്ന് പറയുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അതിനൊക്കെ പരിധിയുണ്ട്. കാരണം ആർമിയെക്കാളും ഒരുപാട് ഇരട്ടിക്കണക്കിനാണ് അവിടുത്തെ ജനങ്ങൾ, സമരക്കാർ, കലാപകാരികളായിട്ട് അവിടെ തെരുവിലുള്ളത്. ആർമി പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നോക്കുകുത്തികളായി നിൽക്കുകയാണ്. മാത്രമല്ല നിയന്ത്രണം ഏറ്റെടുത്ത ആർമിക്ക് പറയാം, ഒരു പരിധി കഴിഞ്ഞ് നിയന്ത്രിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തങ്ങളെയും ആർമിക്കാരെയും കൊല്ലാൻ പഠിക്കില്ല. അവർക്ക് മുമ്പിൽ ഇനി ഒന്നുമില്ല. അത്രത്തോളം ഒരു മെന്റൽ സ്റ്റേറ്റിലാണ് ഈ കലാപക്കാരുള്ളത്. സർവ്വവും നശിപ്പിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ ഒന്നിലേലും സ്വന്തം രാജ്യത്തെ അല്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊക്കെയുണ്ടെങ്കിലും ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യാവോ? അതായത് അവിടെയുള്ള എല്ലാ നല്ലവരായിട്ടുള്ള മനുഷ്യരുടെയും പ്രോപ്പർട്ടി, ഒന്നിലിവിടപെടാത്ത ഒരുപാട് മനുഷ്യരുടെയും പ്രോപ്പർട്ടിയും വീടുകളും വാഹനങ്ങളും ഒക്കെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഈ ഷെയ്ഖ് ഹസീനയുടെ വീട്ടിലൊക്കെ കയറി അവരുടെ അടിവസ്ത്രങ്ങൾ വരെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് ഭാര്യയ്ക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു കൊണ്ടുപോകുമ്പോഴേക്കും അവരുടെയൊക്കെ ആ വ്യക്തികളുടെയൊക്കെ മെന്റാലിറ്റി എത്രത്തോളം നശിച്ചത് അല്ലെങ്കിൽ മോശമാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ളവരും ഒരുപാട് സമരം ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിന്റെ കൂട്ടത്തിൽ. അതായത് ഈ പ്രശ്നം ഒറ്റവാക്കിൽ പറയുവാണെങ്കിൽ അവിടുത്തെ യുവജനങ്ങൾ പരീക്ഷ എഴുതി സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുമല്ലോ. മെറിറ്റ് അടിസ്ഥാനത്തിൽ ആകപ്പാടെ 44% സീറ്റുകളെ, ആ ഒരു വേക്കൻസികളെ അവർക്ക് കിട്ടത്തുള്ളൂ. ബാക്കി 56%വും റിസർവേഷൻ അഥവാ കോട്ട സിസ്റ്റത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 30%മാണ് ഈ ഒരു ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ പേരക്കുട്ടികൾ കടക്കം കൊടുക്കുന്നത്. ഈ പേരക്കുട്ടികൾ പലപ്പോഴും കള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഒപ്പിച്ചു കൊണ്ടുവരും. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടത്, ഇവിടെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു ഹിഡൻ അജണ്ടയുണ്ട്. അതായത് ഈ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? അതായത് ഷെയ്ഖ് ഹസീനയുടെ അച്ഛൻ്റെ പാർട്ടി, അച്ഛൻ നേതാവായിട്ടുള്ള പാർട്ടിയുടെ ആൾക്കാരാണ്, ആ പാർട്ടിയിലുള്ളവരാണല്ലോ. അപ്പോൾ ആ പാർട്ടിക്കാരുടെ കൊച്ചുമക്കളാണ് ഇവരെല്ലാം തന്നെ അല്ലേ. അപ്പോൾ തങ്ങളുടെ പാർട്ടിക്കാരെ എല്ലാം ഇതിലേക്ക് നൈസായിട്ട് നിയമപരമായിട്ട് തന്നെ കയറ്റണം എന്നൊരു, അതായത് റിസർവേഷൻ കൊടുത്ത് നിയമപരമാക്കിയിട്ട് അങ്ങനെ സ്വജനപക്ഷപാതം കാണിച്ച് കയറ്റണം എന്നൊരു അജണ്ടയുണ്ടെന്നും പറയപ്പെടുന്നു. ഇപ്പോൾ നമ്മളുടെ രാജ്യത്താണെങ്കിൽ എങ്ങനെ നടക്കുക? മറ്റേ പിൻവാതിൽ നിയമനം അല്ലേ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ അത് നിയമമാക്കിയിട്ട് 30% റിസർവേഷൻ എന്നുള്ള പേരിൽ കൊച്ചുമക്കൾ കടക്കം കൊടുത്തിട്ട് കയറ്റിവിടുകയാണ്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി ഈ ഒരു സർവീസിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ബാക്കി യുവജനങ്ങളാരായി? മണ്ടന്മാരായില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധം ഭയങ്കര കലാപത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതെവിടം കൊണ്ട് അവസാനിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ആ ഒരു വിഷയത്തെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വിശ്വേഷൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.